ഉരുൾപൊട്ടൽ തകർത്ത വയനാട് സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശനിയാഴ്ചയാകും പ്രധാനമന്ത്രി എത്തുക. ദുരന്ത മേഖലകളിൽ ക്യാമ്പുകളിലും അദ്ദേഹം സന്ദർശനം നടത്തിയേക്കും എന്നാണ് വിവരം. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് വ്യോമമാർഗം യാത്ര തിരിക്കും. അരുൺ കൊടുങ്ങൂർ ചേരുകയാണ് വിവരങ്ങളുമായി. അരുൺ, തുടക്കം മുതൽ തന്നെ കേന്ദ്രം കരുതലോടെയാണ് വയനാട്ടിനെ ചേർത്ത് പിടിച്ചത്. ഇപ്പോൾ പ്രധാന സേവകൻ കൂടി വയനാട്ടിന്റെ മണ്ണിലേക്ക്. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ വയനാട്ടിനെ നെഞ്ചോട് ചേർത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഇതുവരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ദുരന്തം നടന്ന ആദ്യ മണിക്കൂറിൽ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ശക്തമായ രീതിയിലുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ആദ്യം മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി. അതിനുവേണ്ടി സൈനികരെ ഈ മണ്ണിലേക്ക് അയക്കുന്നു. അവിടെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി ആദ്യഘട്ടം അത് പൂർത്തീകരിക്കുന്ന അവസാന വേളയിലേക്ക് ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വയനാടിൻ്റെ അതിജീവനം എന്നുള്ള വലിയ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മണ്ണിലേക്ക് എത്തുന്നത്. ദുരന്ത ഭൂമിയിൽ കൃത്യമായ വിവരങ്ങൾ ഓരോ ദിവസവും കേന്ദ്രമന്ത്രിമാരടക്കം അതായത് വിഭിന്ന സേനയിൽ നിന്നടക്കം കൃത്യമായി ശേഖരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊടുവിലാണ് ഇപ്പോൾ ഇവിടേക്ക് തന്നെ എത്തി ദുരന്ത ബാധിതർക്ക് ആശ്വാസമേകുന്ന ഒരു നടപടി അടക്കം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് കൂടി പോകുന്നത്. നമുക്കറിയാം, ഒരു കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ നിന്നുകൊണ്ട് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കേന്ദ്ര സേനകളുടെ പ്രവർത്തനം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ വലിയ മുതൽക്കൂട്ടായിരുന്നു. നമുക്കറിയാം, ദ്രുതഗതിയിലാണ് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ശരവേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് അത് എത്രത്തോളം നാഴികക്കല്ലായി എന്ന് കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. അതിനൊപ്പം തന്നെ വയനാടിൻ്റെ അതിജീവനം എന്നുള്ള ഒരു വലിയ ചർച്ച ഇവിടെ നടന്നു വരികയാണ്. നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദുരന്ത ഭൂമിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയ ആവശ്യമാണ് മുന്നോട്ട് വരികയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഒറ്റ നിമിഷം കൊണ്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്കായിപ്പോയ ഒരു ജനതയാണ്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ചുറ്റുപാട്. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഈ വയനാടിൻ്റെ കണ്ണീര്, പ്രിയപ്പെട്ടവരെ വിട്ടവർ, ഈ ഉരുൾപൊട്ടലിൽ നഷ്ടമായവരുടെ കണ്ണീര്, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒന്നുമില്ലാതെ കഴിയേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ, അങ്ങനെ വാക്കുകളിൽ വിവരിക്കുന്നതിന് അപ്പുറമുള്ള ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ്. എന്തായാലും ആ ജനതയെ ഇതുവരെയും ആദ്യഘട്ടത്തിൽ കൃത്യമായ രീതിയിലുള്ള കൃത്യമായ ഇടപെടലിലൂടെ കൃത്യമായുള്ള ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ഈ മണ്ണിൽ ചെയ്യുമെന്നുള്ള ആദ്യ മണിക്കൂറുകളിലെ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം, ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രവർത്തനങ്ങളായിരുന്നു ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും വിവിധ സേനകളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തിരച്ചിലുകൾ കണ്ടെത്താനുള്ള ആളുകളെ ഉള്ള തിരച്ചിലുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 132 പേരെ ഇവിടെ നിന്നും ഇനി കാണാതായി എന്നുള്ള ഒരു വിവരമാണ് സർക്കാർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ കണ്ടെത്താനുള്ള ഒരു അതിതീവ്രമായ ഒരു ശ്രമം രാവും പകലുമില്ലാതെ കാലാവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് പ്രധാനമന്ത്രി കൂടി ഇവിടേക്ക് എത്തി ഭാവിയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പഠിച്ചുകൊണ്ട് വയനാടിനെ കൈപിടിച്ചുയർത്താൻ, കരുത്തേക്കാനുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു ദേശീയ ദുരന്തമായി കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നു വരികയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി ഇവിടേക്ക് വ്യോമമാർഗമാകും ഈ ഒരു ദുരന്ത ഭൂമിയിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ച വിവരം. ഔദ്യോഗികമായ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക. ഇതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിക്കും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദുരന്തം ഉണ്ടായ പ്രദേശങ്ങൾ കൂടി അദ്ദേഹം സന്ദർശിക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് നിലവിൽ കഴിയുന്നതിനും. സംസ്ഥാന സർക്കാരും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഈ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കാണുന്നത്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു, വലിയ രീതിയിലുള്ള ഒരു സേവന പ്രവർത്തനങ്ങൾ തന്നെ അല്ലെങ്കിൽ ഒരു നാടിനൊന്നാകെ കൈ ചേർത്തുകൊണ്ട് ഹൃദയത്തോട് ചേർത്തുകൊണ്ടുള്ള ഒരു സമീപനം തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് വാഗ്ദാനങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പ്രായോഗികമായ ഒരു ഇടപെടൽ തന്നെയായിരുന്നു ഈ സമയങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. വ്യക്തമാണ്.